മുളക പച്ചടി ഒരു വള്ളുവനാടൻ സദ്യ വിഭവമാണ്. കാഴ്ചയിൽ ഇത് നമ്മുടെ പുളിയിഞ്ചി പോലെ ഉണ്ടെങ്കിലും ഇൻഗ്രീഡിയൻസിലും ഉണ്ടാക്കുന്ന രീതിയിലും രുചിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൽ ഇഞ്ചി ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ഐക്കണിൽ ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് പോകാം. കറിക്ക് വേണ്ടി ഒരു 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്, വാളൻ പുളി. അതൊരു 3 കപ്പ് തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുതിർത്ത് വെക്കണം. അതിനുശേഷം അതിലുള്ള ഹാർഡായിട്ടുള്ള പാർട്സ് എല്ലാം നീക്കി അരിച്ചെടുത്ത് 2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് വെക്കണം. ഇതാ ഇതുപോലെ. മുളക പച്ചടി ഉണ്ടാക്കാൻ ട്രഡീഷണലി ഉപയോഗിച്ചിരുന്നത് നല്ലെണ്ണ തന്നെയാണ്. ഇപ്പോഴും പലരും നല്ലെണ്ണയിൽ തന്നെയാണ് മുളക പച്ചടി ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും മറ്റുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. മൺപാത്രമോ സ്റ്റീൽ പാത്രമോ എടുക്കാം, പക്ഷെ അലുമിനിയം പാത്രം ഒഴിവാക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള പച്ചമുളകിൽ ശരിക്കും നല്ലോണം എരിവുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കുറവ് ഞാൻ എടുത്തത്. 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി അങ്ങനെ ബ്രൗൺ നിറാവുമൊന്നും വേണ്ട. ആ സമയമാകുമ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ എരിവ് അങ്ങ് പോയി പോവും. പക്ഷെ ഇതിൽ കുറച്ച് പച്ചമുളകിൻ്റെ എരിവ് നിൽക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാ ഏകദേശം ഇതുപോലെ ആയി കിട്ടിയാൽ മതി. കാണുന്നുണ്ടല്ലോ അല്ലേ. മുളക് ഈ ഒരു വേവായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായി. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ്. ചുവന്ന മുളക് പൊടി കുറച്ചു മതി. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക പച്ചടിക്ക് മധുരവും നല്ലോണം വേണം. അതിനുവേണ്ടി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല കൂമ്പാരമായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ മോൾഡഡ് ആയിട്ടുള്ള ആണി വെല്ലമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 ആണി വെല്ലം നമുക്ക് ചേർക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. ഈ കറിയുടെ സീസണിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാനുണ്ട്. ആദ്യത്തേത് എള്ളാണ്. എള്ളൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലുള്ള ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എള്ള് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. എള്ള് നല്ല ചൂടായി അത് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എള്ള് മാറ്റാം. ഇതാ ഇപ്പോൾ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അടുത്തത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കടുകാണ്. ഒരു 2 ടീസ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. ചൂടുള്ള പാനിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി വരും. ഇതേപോലെ തന്നെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. കടുകിൻ്റെ അളവ് ഇതിലും കൂടാതെ ശ്രദ്ധിക്കണേ. കുറഞ്ഞാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ വരെ ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അധികമായാൽ കയ്പ്പ് രുചി വരും. ഇതാ ഇപ്പം കടുക് പടപടേന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ നിറം മാറി വരുമ്പോൾ ചില ഉലുവകളൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ ഓരോ ഇൻഗ്രീഡിയൻസിനും പല റോസ്റ്റിംഗ് ടൈമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വേറെ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരുന്നത്. ഇതപ്പോൾ ഉലുവ ഫ്ലെയിമിൽ നിന്ന് മാറ്റുകയാണ്. അടുത്തത് ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂണാണ് അതും എടുത്തിട്ടുള്ളത്. ചൂടായ പാത്രത്തിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിന് കുറച്ചുകൂടി റോസ്റ്റിംഗ് ടൈം ഉണ്ട്.
ഉഴുന്നിൻ്റെ നിറം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോഴാണ് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത്. ഇതപ്പം ഉഴുന്നിൻ്റെ നിറം മാറി വരുന്നുണ്ട്, പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതാ സീസണിങ്ങിനുള്ള 4 ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാണ്. ഇതിലെ 3 ഇൻഗ്രീഡിയൻസ്, അതായത് കടുക്, ഉഴുന്ന്, ഉലുവ, ഇത് 3ഉം ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോരുത് കേട്ടോ, ചെറിയ തരിതരിപ്പ് വേണം. സാധാരണ എല്ലാവരും എള്ളും കൂടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എള്ള് അതേപടി ഇടുന്നതാണ് ഒരു കാണാൻ ഭംഗി, അതുകൊണ്ടാണ് ഞാൻ പൊടിക്കാത്തത് കേട്ടോ. വേണമെങ്കിൽ എള്ളും കൂടെ ചേർത്ത് പൊടിക്കാം. നമ്മുടെ കറി ഇപ്പം നല്ലോണം തിളച്ച് ഒന്ന് കുറുകി കഴിഞ്ഞു. അതിൽ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ചുകൂടി വേണം തോന്നി. അപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ ടോട്ടൽ 8 ടേബിൾ സ്പൂൺ ശർക്കരയായി. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റോളം തിളച്ചു, ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എള്ള് വറുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എള്ള് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തിളപ്പിക്കുകയൊന്നും വേണ്ട, ഈ ചൂട് തന്നെ മതി. കാരണം ഓൾറെഡി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് എള്ള്. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമ്മൾ പൊടിച്ചു വെച്ച സീസണിങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂട് മതി, ആ ഒരു പാകം കിട്ടിയാൽ മതി പൊടികൾക്ക്, സീസണിങ്ങിന്. ഇനി കറി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഈ കറി മൺപാത്രത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതിൽ നിന്ന് വെള്ളം വറ്റും, കുറച്ചുകൂടി കുറുകിയ പാകത്തിലാവും. ഇനി ഒരു ചെറിയ താളിപ്പും കൂടെ കൊടുക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം. പക്ഷെ നേരത്തെ നമ്മൾ ഉലുവ പൊടി ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3ഓ 4ഓ വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും പാകമാവുമ്പോൾ അത് നേരെ കറിയിലേക്ക് ചേർക്കാം. താളിപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. ഇരിക്കും തോറും ഈ കറിക്ക് ഒരു നല്ലൊരു ഡാർക്ക് നിറവും വരും, നല്ലൊന്ന് രുചി കൂടുകയും ചെയ്യും. ഇപ്പം നമ്മൾ വറുത്ത് പൊടിച്ചിട്ട ആ സീസണിങ് ഒക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ധന്യ.